ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനിയിലെ നേഴ്സിങ്ങിനെ പറ്റിയിട്ടാണ്, അതായത് ഹൗസ് ബിൽഡിംഗ് നേഴ്സിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ചില ഫ്രണ്ട്സ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ജർമ്മനിയുടെ സൗത്തിൽ നേഴ്സിംഗ് പഠിക്കുന്ന പിള്ളേർക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് പഠിക്കാൻ, കുറച്ചുകൂടെ ടഫ് സിലബസ് ആണെന്നൊക്കെ. പക്ഷേ നോർത്തിൽ അത്രയും ടഫ് അല്ല, കുറച്ചുകൂടെ എളുപ്പമാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഓർത്തുന്നാൽ പിന്നെ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ എൻ്റെ നോർത്തിലും സൗത്തിലും പഠിക്കുന്ന ഹൗസ് ബിൽഡിംഗ് പഠിക്കുന്ന ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ട് അപ്പം അവർ പറഞ്ഞത് വെച്ചിട്ട് എൻ്റെ ഒരു ഐഡിയയിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. എല്ലാം ഒന്ന് കറക്റ്റ് ആവണമെന്നില്ല കേട്ടോ. അപ്പോൾ അതാണ് ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, അതായത് ജർമ്മനിയിലെ സൗത്ത് ഭാഗം, അതായത് ഈ മ്യൂൺഷൻ, സ്റ്റുട്ട്ഗാർട്ട് അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ ഭാഗത്തൊക്കെ ആണെങ്കിൽ എന്താ പറയുക, കുറച്ചുകൂടെ എക്സ്പെൻസീവാണ് അവിടെ നിൽക്കാനൊക്കെ. ഇപ്പം അക്കോമഡേഷൻ ആണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര എക്സ്പെൻസീവാണ്. പിന്നെ അവിടുത്തെ ഹോസ്പിറ്റലാണെങ്കിലും ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, എല്ലാ രീതിയിലും അവർക്ക് B2 തന്നെ വേണം. നല്ല കുറച്ചുകൂടെ ലാംഗ്വേജ് നല്ലപോലെ അറിയുന്നവരായിരിക്കും അവരെടുക്കുക. പിന്നെ സ്ട്രിക്റ്റ് ആയിരിക്കും. പിന്നെ നല്ല സിലബസ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര ടഫായിരിക്കും പഠിക്കാനൊക്കെ. അങ്ങനെയാണ് ജർമ്മനിയുടെ സൗത്ത് ഭാഗത്ത് അങ്ങനെയായിരിക്കും. പിന്നെ കുറച്ചും കൂടെ അവർ എന്താ പറയുക, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും എപ്പോഴും. പിന്നെ ഭയങ്കര എന്താ പറയുക, തിയററ്റിക്കൽ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഭയങ്കര ടഫായിരിക്കും അവിടുത്തെ ഹോസ്പിറ്റലിലൊക്കെ നഴ്സിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ നോർത്ത് ജർമ്മനിയിലാണെന്നുണ്ടെങ്കിൽ, അതായത് ഹാംബുർഗ്, ബ്രെമൻ, ഹാനോവർ അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടെ എന്താ പറയുക, ലിവിങ് എക്സ്പെൻസ് ഒക്കെ ഭയങ്കര കുറവാണ് ലിവിങ് എക്സ്പെൻസ്. പിന്നെ നമ്മുടെ ഈ മ്യൂൺഷൻ, അതായത് സൗത്ത് ഭാഗത്താണ് അധികം ആൾക്കാർ അപ്ലൈ ചെയ്യാറ് നേഴ്സിങ്ങിനൊക്കെ. കാരണം അവിടെയാണ് അധികം മലയാളീസൊക്കെ ഉള്ളതും. അപ്പോൾ അധികം ആൾക്കാർ അവിടെയാണ് ഈ നേഴ്സിങ്ങിനൊക്കെ അപ്ലൈ ചെയ്യുന്നത്. അധികം ആൾക്കാർക്ക് അവിടെയാണ് ഹൗസ് ബിൽഡിങ്ങിന് കിട്ടുന്നതും. അപ്പോൾ ഈ ഏരിയയിലൊക്കെ നോർത്ത് ഭാഗത്ത് ഇപ്പോൾ ഹാംബുർഗ്, ബ്രമനിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കിട്ടാനും കുറച്ച് എളുപ്പമായിരിക്കും. പിന്നെ ലിവിങ് എക്സ്പെൻസും സൗത്തിനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കുറവാണ് നോർത്തിൽ. പിന്നെ സൗത്ത് ജർമ്മനിയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ സിലബസ് ഒക്കെ ഭയങ്കര ടഫായിരിക്കും. പിന്നെ എക്സാമിൻ്റെ കാര്യത്തിലാണെങ്കിലും ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. ഫെയിലായാലും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. പിന്നെ അവിടുത്തെ ഹോസ്പിറ്റലുകളിലാണെങ്കിലും ഭയങ്കര പങ്ക്ച്വലായിട്ട്, ഭയങ്കര എന്താ പറയുക, നമുക്ക് ഒരുപാട് വർക്ക് ചെയ്യാനുണ്ടാവും, ഒരുപാട് പഠിക്കാനുണ്ടാവും. പക്ഷേ ഈ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ നമ്മൾ നിൽക്കുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആവും. നമുക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. കുറച്ചുകൂടെ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസും കിട്ടും അവിടെ നിന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ. കാരണം നമ്മൾ അതുപോലെ ചത്ത് കടന്ന് പഠിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ എന്താ പറയുക, കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുമല്ലോ. പക്ഷേ നോർത്തിലാണെന്നുണ്ടെങ്കിൽ അത്ര സ്ട്രിക്റ്റ് ഒന്നും ആയിരിക്കത്തില്ല. അപ്പം ഹോസ്പിറ്റലുകളിലാണെങ്കിലും എന്താ പറയുക, കുറച്ചൊക്കെ ലേറ്റ് ആയാലും അല്ലെങ്കിൽ കുറച്ചൊക്കെ ലീവ് എടുത്താലും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ അവിടുത്തെ എന്താ പറയുക, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലൊക്കെ എന്താ പറയുക, അങ്ങനത്തെ ഒരു ഫ്ലോയിൽ കുറച്ചുകൂടെ ഈസി ഗോയിങ് ആയിരിക്കും. മറ്റേത് സൗത്ത് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണ് അവിടെ. പിന്നെയെന്ന് പറയുമ്പോൾ സാലറി, അതായത് ഹൗസ് ബിൽഡിങ്ങിൻ്റെ സാലറി എന്ന് പറയുമ്പം ഫസ്റ്റ് ഇയറിലൊക്കെ നമുക്ക് ഏകദേശം ഒരു 1200 തൊട്ട് 1300 ഫസ്റ്റ് ഇയറിൽ കിട്ടുക. സെക്കൻഡ് ഇയർ ആണെന്നുണ്ടെങ്കിൽ ഒരു 1300 തൊട്ട് 1400 അകത്തായിരിക്കും. തേർഡ് ഇയർ ആണെന്നുണ്ടെങ്കിൽ 1400 തൊട്ടിട്ട് 1500 യൂറോയുടെ ഇടയ്ക്കായിരിക്കും നമുക്ക് സ്റ്റൈപ്പൻഡ് കിട്ടുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഹാംബുർഗ്, ബ്രെമൻ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ പഠിക്കാൻ വരികയാണ്, അതായത് കുറച്ചുകൂടെ നോർത്ത് ഭാഗത്തോട്ട് പഠിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ചീപ്പായതുകൊണ്ട്, ലിവിങ് എക്സ്പെൻസ് ഒക്കെ ഭയങ്കര ചീപ്പായതുകൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ സേവ് ചെയ്യാൻ പറ്റും. മറ്റേടത്ത് ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമുക്ക് റെൻറ്റിന് തന്നെ എനിക്കൊന്ന് 500-600 യൂറോ അങ്ങനെ തന്നെ പോകും. മറ്റേതിനാണെങ്കിൽ അത്രയും നമുക്ക് എക്സ്പെൻസീവ് അല്ല, ലിവിങ് എക്സ്പെൻസ് അത്ര ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ സേവ് ചെയ്യാൻ പറ്റും. പിന്നെ സൗത്ത് ഹോസ്പിറ്റലുകളിലൊക്കെ എന്താ പറയുക, കുറച്ച് ഭയങ്കര പ്രഷറായിരിക്കും. ഹോസ്പിറ്റലുകളിലൊക്കെ എപ്പോഴും ബിസി ആയിരിക്കും, എപ്പോഴും പേഷ്യൻസ് കാര്യങ്ങൾ, ഭയങ്കര പ്രഷർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നോർത്തിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരുപാട് ആൾക്കാർ എന്ന് വെച്ചാൽ പറയാം, അത്രയും ഇതില്ലാത്തത് കൊണ്ട് കുറച്ചുകൂടെ കാമായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ അത്ര പ്രഷറോ കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ സൗത്ത് ജർമ്മനിയിലൊക്കെ അവർ വേറൊരു ജർമ്മൻ ആക്സെൻ്റാണ് യൂസ് ചെയ്യുന്നത്. ബവേറിയൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വേറൊരു ജർമ്മൻ ആക്സെൻ്റ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കില്ലേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ B1, B2 നല്ല പച്ചവെള്ളം പോലെ പഠിച്ച ആൾക്കാണെങ്കിൽ പിന്നെയും കുഴപ്പമുണ്ടാവില്ല. പക്ഷേ വലിയ ലാംഗ്വേജ് പിടുത്തില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ അത് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ കുറച്ച് പഴയ ജർമ്മനാണ് അവിടെ അധികം യൂസ് ചെയ്യുന്നത്. പിന്നെ നോർത്ത് ജർമ്മനിയിലാണെന്നുണ്ടെങ്കിൽ അവർ സ്റ്റാൻഡേർഡ് ജർമ്മനാണ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ജർമ്മനാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും കുറച്ചും കൂടെ എളുപ്പമായിരിക്കും നോർത്ത് ഭാഗത്താണെന്നുണ്ടെങ്കിൽ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക, ജർമ്മനിയിലെ ലോവർ സക്സോണി എന്ന് പറയുന്ന ഭാഗത്താണ് ഈ ഹാംബുർഗ്, ബ്രെമന്, കുറച്ച് അങ്ങനത്തെ സിറ്റീസൊക്കെ വരുന്നത്. ഇവിടെ മലയാളീസ് പൊതുവേ കുറവാണ്. അപ്പം എന്താ പറയുക, ഈ നമ്മുടെ മലയാളീസിന് കുറേ പരിപാടികളൊക്കെ ഉണ്ടാവും, എന്നാൽ പോലും ഒരുപാട് മലയാളീസ് ഉണ്ടാവില്ല. പക്ഷേ അതേപോലെ NRVയിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് മലയാളീസ് ഉണ്ടാവും, കുറേ മലയാളീസ് ഉണ്ടാവും. അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും പരിപാടികളായിരിക്കും, എപ്പോഴും മലയാളീസിൻ്റെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ അവിടെ ഒരുപാടുണ്ടാവും.
പക്ഷേ എനിക്ക് പറയാനുള്ളത്, എനിക്ക് തോന്നുന്നത് ജർമ്മൻ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ കുറച്ചുകൂടെ നല്ലത് നമ്മൾ മലയാളികൾ ഇല്ലാത്ത സ്ഥലത്ത് ജീവിക്കുന്നതായിരിക്കും. എന്നിട്ട് വല്ലപ്പോഴൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി അടിച്ച് പൊളിച്ച് അങ്ങനെ കാണുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മുടെ മലയാളീസിൻ്റെ കൂടെ തന്നെ നിൽക്കുമ്പോൾ നമ്മൾ ഒരു കാലത്തും ജർമ്മൻ ലാംഗ്വേജ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ക്ലാസ്സിൽ ചെന്ന് ജസ്റ്റ് പഠിച്ചിട്ട് തിരിച്ച് നമ്മൾ നിൽക്കുന്ന റൂമിൽ വരുമ്പോൾ നമ്മൾ മലയാളം സംസാരിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ ജർമ്മൻ സംസാരിക്കണം. കാരണം ഇപ്പോൾ ഞാനൊക്കെ ജർമ്മൻ ഇമ്പ്രൂവ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ക്ലാസ്സിൽ പോയി പഠിക്കും, അതേപോലെ തിരിച്ച് ഞാൻ ഈ വീട്ടിൽ വരുമ്പോൾ ഞാൻ പൗപ്പറായിട്ടാണല്ലോ നിൽക്കുന്നത്, ഞാൻ തിരിച്ച് വരുമ്പോൾ 24 മണിക്കൂർ ഞാൻ ജർമ്മനാണ് കേട്ടോണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്തത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എപ്പോഴും നമ്മൾ മലയാളീസ് കുറവുള്ള സ്ഥലത്ത് നിൽക്കുന്നതായിരിക്കും നല്ലത്. കുറച്ചുകൂടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായിരിക്കും എപ്പോഴും നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ലോ പ്രഷർ, പിന്നെന്താ പറയുക, ലോ ലിവിങ് കോസ്റ്റ്, പിന്നെന്താ ലാംഗ്വേജ് വലിയ കുഴപ്പമില്ലാതെ അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർത്ത് ജർമ്മനിയിൽ നോക്കുന്നതായിരിക്കും നല്ലത്. അതല്ല, നിങ്ങൾ കുറച്ചുകൂടെ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, എന്താ പറയുക, പിന്നെ നല്ലൊരു ജോബ് പ്ലേസ്മെൻറ്റ് കുറച്ചുകൂടെ അങ്ങനത്തെ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ലിവിങ് എക്സ്പെൻസ് ഒക്കെ കുഴപ്പമില്ല അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൗത്ത് ജർമ്മനി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇങ്ങനൊരു വ്യത്യാസം ഉണ്ടെന്നുള്ളത് ഞാനിപ്പോൾ ഈ ഇടയ്ക്കാണ് അറിഞ്ഞത്. ഇത് വലിയ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണോ എന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ പല ഏജൻസി വഴിയാണ് ഹൗസ് ബിൽഡിംഗ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ ഏതാണോ എടുക്കുന്നത്, നമ്മൾ ഒരുപാട് നാളായിട്ട് നിൽക്കുന്നവരായിരിക്കും. അപ്പോൾ ഏതാണോ നമുക്ക് കിട്ടുന്നത് അതിന് വരെയാണ് പൊതുവേ ചെയ്യാറെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്, കുറച്ചുകൂടെ എന്താ പറയുക, സൗത്ത് ഭാഗത്തൊക്കെ കുറച്ച് ടഫ് സിലബസ് ആണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ നോർത്തിൽ അത്രയും ടഫ് അല്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ച് അവർ പറഞ്ഞ അറിവ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. അപ്പോൾ ഇതിലെല്ലാം കറക്റ്റ് ആണോ എന്ന്, എല്ലാവർക്കും ഇതുപോലെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. കാരണം എല്ലാവർക്കും വ്യത്യാസമായിരിക്കും, എല്ലാവരുടെ എന്താ പറയുക ബുദ്ധി അറിവൊക്കെ വ്യത്യാസമായിരിക്കുമല്ലോ. അപ്പം എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. പൊതുവേ ഉള്ളൊരിത് എൻ്റെ അറിവ് വെച്ചിട്ട് ഞാനിത് ചെയ്തു എന്നുള്ളൂ കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.